നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. നവംബർ 2 മുതൽ 8 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം. ഈ ആഴ്ച ജീവിതത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾക്കാണ് സാധ്യത. വാരത്തിന്റെ തുടക്കത്തിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ കാണുന്നു. എങ്കിലും ജോലി സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. പഴയ ശത്രുക്കൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ നിലവിലുള്ളവ സങ്കീർണമാക്കാനോ ശ്രമിച്ചേക്കാം. ആഴ്ചയുടെ മധ്യത്തോടെ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയും വിവേകവും പുലർത്തുന്നത് ഗുണകരമാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ആഴ്ചയുടെ ആരംഭം പുതിയ ആശയങ്ങളാൽ പ്രോത്സാഹനജനകമായിരിക്കും. സർവാത്മക കഴിവുകളിലൂടെ ധനപരമായ നേട്ടങ്ങളും തൊഴിൽപരമായ വിജയങ്ങളും ഉണ്ടാകാം. എങ്കിലും വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, വിഷബാധ ഏൽക്കാനുള്ള സാധ്യത എന്നിവയെക്കുറിച്ച് ജാഗ്രത പാലിക്കണം. മനഃശാന്തി കുറയാനും ഉറക്കമില്ലായ്മ അനുഭവപ്പെടാനും ഇടയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത പുലർത്തുകയും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഉചിതമാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾക്കുള്ള വാതിലുകൾ തുറന്നു കിട്ടിയേക്കാം. വിദേശത്തുള്ള മക്കൾ അവധിക്കാലം ചെലവഴിക്കാൻ വരാനും സന്താനങ്ങളുമായി നല്ല നിമിഷങ്ങൾ പങ്കിടാനും സാധ്യതയുണ്ട്. എന്നാൽ സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം, അത് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. കുടുംബത്തിലും ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുന്നത് അഭികാമ്യമാണ്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വാരമധ്യത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കുകയും മുടങ്ങിക്കിടക്കുന്ന നേർച്ചകൾ നിറവേറ്റാൻ സാധിക്കുകയും ചെയ്യും. പുതിയ വരുമാന സ്രോതസ്സുകൾ വഴി സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. എങ്കിലും വാരത്തിന്റെ തുടക്കത്തിൽ ആർക്കും ജാമ്യം നിൽക്കുകയോ പുതിയ കടങ്ങൾ വാങ്ങുകയോ ചെയ്യരുത്. ചതി വരാനുള്ള സാധ്യതയുള്ളതിനാൽ അമിതമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം. വാരം അവസാനത്തോടെ വളരെ കാലമായി ജോലിയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. കഠിനാധ്വാനവും ഭാഗ്യവും കൊണ്ട് വിജയം നേടാൻ സാധ്യതയുണ്ട്. എന്നാൽ ദീർഘയാത്രകൾ ഒഴിവാക്കുകയും ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുകയും ചെയ്യണം. ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായും ബന്ധുജനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഈ വാരം ദാമ്പത്യ ജീവിതത്തിനും സാമൂഹിക ബന്ധങ്ങൾക്കും അനുകൂലമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന വിരോധം മാറി മാനസിക ഐക്യം ഉണ്ടാകും. സുഹൃത്തുക്കളുമായും ബന്ധുജനങ്ങളുമായും നല്ല ബന്ധം നിലനിർത്താനും സാമ്പത്തിക ലാഭത്തിനും സാധ്യതയുണ്ട്. എങ്കിലും വാരാന്ത്യത്തിൽ മാനസികമായും ശാരീരികമായും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം. ഈ സമയത്ത് ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉചിതമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ജോലിക്ക് അപേക്ഷിച്ചവർക്ക് നിയമാനുമതി ലഭിക്കാനും തൊഴിലിടങ്ങളിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകാനും സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി ഉല്ലാസയാത്ര പോകാൻ അവസരം വന്നുചേരും. എന്നാൽ വാരം അവസാനം സ്ത്രീ മൂലം മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. വളരെ നാളായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടാൻ ഇടയുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിടം തൃക്കേട്ട. വാരം മധ്യത്തോടെ ദാമ്പത്യ ഐക്യം, ധനലാഭം, ബിസിനസ്സിൽ പുരോഗതി എന്നിവ അനുഭവത്തിൽ വരും. മേലധികാരിയുടെ പ്രീതി ലഭിക്കുവാനും വളരെ കാലമായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുവാനും സാധ്യതയുണ്ട്. എങ്കിലും വാരത്തിന്റെ തുടക്കത്തിൽ അന്യരെ സഹായിച്ചാൽ തിരിച്ചു ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആർക്കും പണം കടം കൊടുക്കാതിരിക്കാനും ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കുന്നത് ഉചിതമാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം. ഈ വാരം ദാമ്പത്യ ഐക്യം, ശത്രുജയം, രോഗശാന്തി, മനസന്തോഷം എന്നിവ ലഭിക്കുന്ന ദിവസമാണ്. സ്വത്ത് സംബന്ധമായുള്ള തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അർഹമായ ജോലി ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും വാദസംബന്ധമായും ഉദര സംബന്ധമായും അസുഖമുള്ളവർ യഥാസമയം ചികിത്സ തേടേണ്ടത് അനിവാര്യമാണ്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നുചേരും. ബിസിനസ്സുകാർക്ക് ലാഭം, തൊഴിൽ വിജയം, കീർത്തി, ശത്രുഹാനി എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബസൗഖ്യവും ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങളും ഉണ്ടാകും. എങ്കിലും വാരാന്ത്യം ചില രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ സുഹൃത്തുക്കളുമായും ബന്ധുജനങ്ങളുമായും കലഹത്തിന്
നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും മനഃശാന്തി കുറയാനും എല്ലാവരോടും അനാവശ്യമായി വാശിയും വൈരാഗ്യവും കാണിക്കുവാനും സാധ്യതയുണ്ട്. ദുസ്വപ്നങ്ങൾ, ഭക്ഷണസുഖക്കുറവ്, തൊഴിൽ പരാജയം, സന്താനക്ലേശം എന്നിവ അനുഭവപ്പെടാം. പലവിധത്തിലുള്ള അസുഖമുള്ളവർ വളരെയധികം സൂക്ഷിക്കണം. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വളരെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് കുറവ് അനുഭവപ്പെടുകയും ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും ചെയ്യും. കലാകാരന്മാർക്ക് അവാർഡുകളും സമ്മാനങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. വാരം അവസാനത്തോടെ ശയനസുഖം, ധനലാഭം, വാഹനഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. എങ്കിലും ബിസിനസ്സുകാർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സമയം എടുക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212